കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ ഉണർത്തുപാട്ട് എന്ന് പറയുന്നത് ഈ പൊന്മണലിൽ ചൂല് ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അത് ഇന്ന് കേൾക്കാനില്ല. ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായിരുന്നത്, ഗ്രാമത്തിൻ്റെ രാഗതാളങ്ങളായിരുന്നു ഈ ചൂലിൻ്റെ ഒച്ച. ഈ ചൂലിൻ്റെ ഒച്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സാഹിത്യ വിദ്യാർത്ഥി എന്ന നിലയിൽ കോൾറിഡ്ജിൻ്റെ കുബ്ലാ ഖാൻ അതിൽ ആൻസെസ്ട്രൽ വോയിസസ് പ്രൊഫസിങ് വാർ എന്ന് പറയുന്നുണ്ട്. ആൻസെസ്ട്രൽ വോയിസസ്, ഈ ചൂലിൻ്റെ ശബ്ദമാണ് നമ്മുടെ പൂർവികരുടെ ശബ്ദം. പൂർവികരുടെ ശബ്ദത്തിൻ്റെ ആത്മാവ് ഈ ചൂലിൻ്റെ ശബ്ദത്തിൽ ഉൾക്കൊണ്ടിരുന്നു. വേറൊന്നുകൂടിയുണ്ട്. ചൂലിനെ വെറും ആരെങ്കിലും വിധേയത്വം കാണിച്ചാൽ നമ്മൾ പറയും, ആക്ഷേപിച്ചു, വാ അവൻ വെറും ഒരു കുറ്റിച്ചൂല്, മോശമായൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ ചൂലിൻ്റെ ഐശ്വര്യത്തെക്കുറിച്ചുണ്ട്. ചൂലേന്താത്ത പെണ്ണ് ചാലയെ അറിയും, അങ്ങനെയും പറയുന്നുണ്ട്. ചൂല് അന്നത്തെ നമ്മുടെ അമ്മമാരുടെ ആരോഗ്യ രഹസ്യമായിരുന്നു. ഇന്ന് കൊച്ചമ്മമാരെന്ന് പറഞ്ഞാൽ ന്യൂ ജനറേഷൻ അമ്മമാർ, അമ്മമാരെന്നുള്ള അർത്ഥത്തിലാണ്. ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, മെലിയുന്നു, സൈസ് 0 ആകാൻ പട്ടിണി കിടക്കുന്നു. അന്ന് ഇതൊന്നുമില്ല. അന്ന് ഇവർക്ക് പ്രഷറും ഷുഗറും ഒന്നും ഇല്ലാതിരുന്നത് ചൂലുള്ളതുകൊണ്ടാണ്.